ഈ തമിഴ്നാട്ടിൽ കേരളവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ആളിക്കത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, കേരളത്തിലെ ഈ മെഡിക്കൽ കോളേജും അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ മാലിന്യങ്ങളെല്ലാം തമിഴ്നാട്ടിലേക്ക് തള്ളുന്നു എന്നാണ് അവിടെ ഈ ആരോപണം. അവിടെ ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇങ്ങനെ കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ മാലിന്യങ്ങൾ തമിഴ്നാട്ടിലേക്ക് തള്ളുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ടോ? പൊതുവേ നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിൽ ഈ വേസ്റ്റുകളും ഈ മാലിന്യങ്ങളെല്ലാം പുറത്ത് കിടക്കുന്നത് നാം എല്ലായിടങ്ങളിലും ഇവിടുന്ന് സഞ്ചരിക്കുമ്പോൾ തന്നെ റോഡിന് കാണാവുന്ന കാര്യമാണല്ലോ. ഇത് കേരളത്തിന് തിരിച്ചടിയാണ്. ഇപ്പോൾ തമിഴ്നാടിലെ BJP-യുടെ നേതാവായിട്ടുള്ള സംസ്ഥാന നേതാവായിട്ടുള്ള അണ്ണാമലൈ, പഴയ IPS ഓഫീസറാണ് അദ്ദേഹം, ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ, അതായത് നമ്മുടെ തെക്കൻ ജില്ലകളിൽ കേരളത്തിനടുത്ത് കിടക്കുന്ന തെക്കൻ ജില്ലകളായി 3 ജില്ലകളിലേക്ക് കേരളത്തിൽ നിന്ന് ധാരാളമായി ബയോമെഡിക്കലിൻ്റെ വേസ്റ്റും മറ്റ് വേസ്റ്റുമൊക്കെ ചെല്ലുന്നു എന്നൊരു പരാതി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള വേസ്റ്റ് കൂടുതൽ ആക്രി കടക്കാരെടുക്കുന്നത് കൂടുതലും പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിൽ തന്നെയാണ്. ഈ വിവിധ ജില്ലകളിൽ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ നിന്ന് എടുക്കുന്നത് കൂടുതലും പോയി പ്രോസസ്സിങ്ങിനൊക്കെ പേപ്പർ എടുക്കുന്നത്. ഇപ്പോൾ ആക്രി വ്യാപാരമൊക്കെ നടത്തുന്നത് കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ ആക്രി വ്യാപാരമൊക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ധാരാളം അത് ന്യൂസ് പേപ്പർ, മറ്റ് പ്ലാസ്റ്റിക്കൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ ഇത് പോകുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ പുള്ളി ഇത് ഒരു സമരത്തിൻ്റെ രൂപത്തിലേക്ക് ജനുവരിയിൽ ഈ ഭാഗത്ത് വലിയ സമരം ചെയ്യുമെന്നുള്ള രൂപത്തിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാവേരി നദിയുമായി ബന്ധപ്പെടുത്തിയിട്ട് DMK സർക്കാരിനെ കുറിച്ച് പുള്ളി കുറ്റം പറയുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ധാതുകൾ, മിനറൽസ് ഒരുപാട് കേരളം കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു തമിഴ്നാട് ഗവൺമെൻറ് വിരുദ്ധ പരിപാടികൾ പുള്ളി ആഹ്വാനം ചെയ്ത് സമര പരിപാടിയിലേക്കാണ് പോവുകയാണ്. അതിൽ ഒരു പ്രധാന അജണ്ടയായിട്ട് വെച്ചിരിക്കുന്നത് നമ്മളുടെ വേസ്റ്റ് അവിടെ കൊണ്ട് തള്ളുന്നു എന്നാണ്. ഇതിനകത്തൊരു റിയാലിറ്റി ഒന്നുമില്ല. കാരണം നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആശുപത്രി മാലിന്യങ്ങൾ കേരളം തമിഴ്നാട്ടിൽ തള്ളുന്നു എന്ന പരാതിയിൽ ഇടപെട്ട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിൻ ഉദ്യോഗസ്ഥരെ നേരിട്ട് ഹാജരാകണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതെ, NGT അതിനകത്ത് എന്തെടുത്തിട്ടുണ്ട്, ഒരു കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് അവരുടെ ഒരു പരാതിയുടെ ബേസിലായിരിക്കും ഇത് ചെയ്തിരിക്കും. തമിഴ്നാട്ടിൽ ഇപ്പോൾ പരാതി വല്ലതും കൊടുത്തതാണ്, ആളുകളുടെ പരാതി കൊടുത്തതാണ്. പക്ഷേ എന്തായാലും വേസ്റ്റ് മാനേജ്മെൻ്റ് ഒരു വലിയ ഇഷ്യൂ ആണ്, കേരളത്തെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ തമിഴ്നാട് ഇതിനെ കാണുന്നതൊരു ഇൻ്റർസ്റ്റേറ്റ് പൊളിറ്റിക്കൽ പ്രശ്നമായിട്ടാണ് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്കെതിരെ അല്ല ശരിക്കും അവർ സമരം ഞാൻ ഉദ്ദേശിക്കുന്നത്. DMK സർക്കാരിൻ്റെ എതിരെയാണ് പുള്ളിയുടെ സമരം, അണ്ണാമലയുടെ സമരം. അപ്പം DMK സർക്കാർ അത് അനുവദിക്കുന്നു എന്നുള്ളിടത്താണ് സമരത്തിൻ്റെ കാര്യം. നമ്മൾ തള്ളുന്നു എന്നുള്ളതാണല്ല പ്രധാന വിഷയം, മറ്റേതാണ് അവരുടെ വിഷയം, സമര വിഷയം. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യുന്നു, പല രൂപത്തിൽ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. അതിൽ തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു തമിഴ്നാടിൻ്റെ പരാതിയല്ല ശരിക്കും, തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ പരാതിയല്ല, നമ്മൾ മനസ്സിലാക്കുക, ജനങ്ങളുടെയും പരാതിയല്ല. അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ നേതാവിൻ്റെ പരാതിയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നു എന്നുള്ള പരാതി വരുന്നത്. അപ്പോൾ അതുകൊണ്ടത് ട്രിബ്യൂണൽ കേസ് എടുക്കുന്നത് ഇത് കേരളത്തിനൊരു അത് മോശമാണ്. കാരണം NGT കേസ് എടുക്കുന്നതും നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ കേസ് എടുക്കുന്നതും നാഷണൽ വാർത്തയാവും. കാരണം 2 സ്റ്റേറ്റ് ആയതുകൊണ്ട് നാഷണൽ വാർത്തയാവുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇത് വലിയ വാർത്തയാവും, പ്രത്യേകിച്ച് BJP നേതാവാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു നാഷണൽ ലെവലിലേക്ക് വാർത്ത പോകാൻ സാധ്യതയുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളകത്ത് മാലിന്യ സംസ്കരണം ഭംഗിയാണ്, ഹരിത കേരളമാണ്, മാലിന്യമുക്ത കേരളമാണെന്നൊക്കെ നമ്മൾ പറയുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ നവംബർ 1 മുതൽ ഇപ്പോൾ ഡിസംബർ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാർച്ച് 31-നകത്ത് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്തമായിട്ടുള്ള സംസ്ഥാനമാക്കുമെന്നൊക്കെയാണ് നമ്മുടെ പ്രഖ്യാപനം. അതിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വാർത്ത വരുന്നത്. പക്ഷേ അങ്ങനെ കൊണ്ട് ഡംപ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ അത് ശരിയല്ലല്ലോ, അവിടെയും ജനങ്ങളാണ് താമസിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഉണ്ടെങ്കിൽ അത് കേരള ഗവൺമെൻറ് അടിയന്തരമായി പരിശോധിക്കുകയും, പ്രത്യേകിച്ച് മെഡിക്കൽ വേസ്റ്റിനൊക്കെ ഒരു നാഷണൽ നോംസ് ഉണ്ട്. ഇതെങ്ങനെ ഇൻസിനറേറ്റർ വയ്ക്കാമോ, എന്തൊക്കെയാണ് ഈ ബയോമെഡിക്കൽസ്, ഓരോ ഐറ്റംസ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നല്ല നോംസ് ഉണ്ട്. അത് സ്ട്രിക്റ്റായിട്ട് പാലിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ വേസ്റ്റ് വാങ്ങിക്കാനല്ലല്ലോ തമിഴ്നാട് ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പിന്നെ നമ്മുടെ പേരും ചീത്തയാവുന്നൊരു വിഷയമാണ്. ഗൗരവമായിട്ടത് ചർച്ച ചെയ്യേണ്ടത്, നമ്മൾ അടിയന്തരമായി നടപടി കാണേണ്ട ഒരു വിഷയമാണത്. പ്രത്യേകിച്ച് നമ്മുടെ മാലിന്യം, അത് ജനങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ട്, വലിച്ചെറിയുന്നൊരു സംസ്കാരമുണ്ട്. തീർച്ചയായിട്ടും മാലിന്യത്തെ സംബന്ധിച്ച് നമുക്ക് വേറെ വികലമായൊരു കാഴ്ചപ്പാടുള്ളത്. നമ്മൾ വലിച്ചെറിയുന്ന സംസ്കാരത്തിൽ പെടുന്നവരാണ്. കൃത്യമായി പ്രോപ്പറായ ഡിസ്പോസൽ സംവിധാനം വെച്ചിരുന്ന അവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യത്തില്ല, ടിന്ന് വെച്ചിരുന്ന അതിൻ്റെ താഴെ കൊണ്ടിട്ടിട്ട് പോകും. അപ്പോൾ അങ്ങനെ കൂടെ ഇപ്പോൾ കോസ്റ്റൽ ഏരിയയൊക്കെ, നമ്മുടെ കോസ്റ്റൽ ഏരിയയൊക്കെ നല്ല പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ഇതെവിടെ നിന്ന് വരുന്ന പ്ലാസ്റ്റിക്കാണ്? അവിടെ എന്തായാലും മത്സ്യത്തൊഴിലാളികൾ കൊണ്ട് ഇടുന്നതല്ലല്ലോ. എവിടെ നിന്നായി വരുന്നത്? നമ്മൾ പുറത്തുനിന്ന് നദികളിൽ നിന്ന് ഒഴുകി വരുന്നത്, പിന്നെ പുറത്തുനിന്ന് ആളുകൾ അവിടെ പോകുമ്പോൾ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ മാലിന്യ സംസ്കരണത്തിൽ നമ്മളിപ്പോഴും വളരെ അപരിഷ്കൃതരാണ്, മോശക്കാരാണ്. ഈ വാർത്ത വരുന്നത് നമ്മുടെ ഒന്നുകൂടെ എന്താവുന്നു, മറ്റ് സംസ്ഥാനങ്ങളോട് ഉപദ്രവിക്കുന്നു എന്നുള്ള നിലയിൽ വാർത്ത വരികയാണ്. അതൊരു നല്ല വാർത്തയല്ല, നല്ല ലക്ഷണവുമല്ല. തീർച്ചയായിട്ടും അത് ഗൗരവമായി
ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റാണ്. വളരെ അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ മാലിന്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഈ സ്ഥലത്ത് തന്നെ നമ്മൾ കേരളത്തിൽ തന്നെ അത് കേരളത്തിൽ നശിപ്പിക്കാനല്ല, അത് കൈകാര്യം ചെയ്യാൻ പറ്റണം. പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റണം. ഈ പറയുന്ന റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് എല്ലാം റീസൈക്കിൾ ചെയ്യാനും, അല്ലാത്തത് കൃത്യമായി പരിഹരിക്കും. ഇതെല്ലാം സംഭവിച്ചത് നമ്മുടെ വിളപ്പിശാല ഫാക്ടറിയൊക്കെ നമ്മൾ ഇല്ലാതാക്കിയല്ലോ. നമ്മൾ അതിന് അഴിമതിയിലൂടെ ഇല്ലാതാക്കി. ആ ഫാക്ടറി വിജയിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു 100 ഫാക്ടറി പണിയാൻ പറ്റുമായിരുന്നു. ആളുകൾ സമ്മതിച്ചാണ്. അതിന് നല്ല ഒരെണ്ണം വന്നാൽ അതുപോലെ ചെയ്യാൻ സമ്മതിച്ചാണ്. ഇത് ഒരെണ്ണം തുടങ്ങി അതിന് അഴിമതിയും അതിന് സ്വജനപക്ഷപാതവും അഴിമതിയും കൈക്കൂലിയൊക്കെ ആയി അതിനെ നശിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ നോക്കിയപ്പോൾ വിളപ്പിശാല ഇത്രയും മോശമാണെങ്കിൽ പിന്നെ നമ്മളെ അവിടെ വന്ന് ഫാക്ടറി നടത്തി. യഥാർത്ഥത്തിൽ കേരളീയർ മാലിന്യ സംസ്കരണ ഫാക്ടറിക്ക് വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? നടത്തിപ്പിലെ കെടുകാര്യസ്ഥത കൊണ്ടാണ്. അല്ലാതെ ആളുകൾക്ക് സിംഗപ്പൂരിലും മലേഷ്യയിലൊക്കെ ടൗണിൻ്റെ നടുക്ക്, നല്ല സിറ്റിയുടെ നടുക്കാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇരിക്കുന്നത്. അവിടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ട്, പ്രൊഫസർമാരുടെ സ്റ്റാഫ്, ഞാൻ പോയി കണ്ടിട്ടുണ്ട്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ട് അതിൻ്റെ സമീപത്തൊക്കെ. വളരെ മനോഹരമായ രീതിയിലാണ് മാലിന്യം സംസ്കരിക്കുന്നത്. കൊണ്ടുപോകുന്നതാകട്ടെ മനുഷ്യൻ കൈകൊണ്ട്. ഇവിടെ നമ്മളെ സ്ത്രീകൾ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞ സ്ത്രീകളല്ലേ കൈകൊണ്ടൊക്കെ എടുക്കുന്നത്. അവിടെ പബ്ലിക് സ്ഥലത്ത് നിന്ന് സ്ത്രീകളൊന്നും കൈകൊണ്ട് എടുക്കത്തൊന്നുമില്ല. എല്ലാം മെഷീനാണ്, കംപ്ലീറ്റ് മെഷീനാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരു സ്റ്റേറ്റിൽ ഞാൻ കാണാം, സ്റ്റേറ്റ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, അണ്ടർഗ്രൗണ്ടിലാണ് ഈ സമ്പ് റോഡിൻ്റെ. പെട്ടെന്ന് മെഷീൻ വരുന്നു, ഒരു ലോറി വരുന്നു, മറ്റേ JCB പോലത്തെ ഒരു വണ്ടി വരുന്നു, ഒരു ഹൂക്ക് ഇട്ടിട്ട് ഇതെടുത്ത് മാറ്റുന്നു, അകത്ത് ഉള്ള ബോക്സ് എടുത്ത് വണ്ടിയിൽ എല്ലാം മെഷീനാണ് ചെയ്യുന്നത്. ഡ്രൈവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വണ്ടിയിൽ കമത്തുന്നു, വീണ്ടും ഇതിടുന്നു, എടുത്ത് അടപ്പിട്ടിട്ട് പോകുന്നു. ഒരു മനുഷ്യനും അവിടെ കൈകൊണ്ട് ഇടുന്നില്ല. അപ്പോൾ അത്യന്താധുനിക മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ലോകത്തും രാജ്യത്തും ഒക്കെ ഉണ്ട്. കളക്ഷൻ സംവിധാനമുണ്ട്. സംസ്കരണം പോലെ തന്നെ കളക്ഷൻ, ഇത് വളരെ പ്രാകൃതമാണ് നമ്മുടെ കളക്ഷൻ സംവിധാനമൊക്കെ. റോഡിലേക്ക് കണ്ടിട്ടില്ലേ സ്ത്രീകൾ ഇങ്ങനെ വാരി കൂട്ടി നിന്ന് ഇങ്ങനെ വേർതിരിക്കാൻ കണ്ടിട്ടില്ലേ? വളരെ അശാസ്ത്രീയവും പ്രാകൃതവുമാണ്. അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയം ആലോചിക്കണം. ഇതിപ്പോൾ ഒരു ഇന്റർസ്റ്റേറ്റ് വിഷയം കൂടെ ആയിട്ടുണ്ട്. അണ്ണാമല പറയുന്ന വേസ്റ്റുമായി കേരളത്തിലേക്ക് മാർച്ച് നടത്തുന്ന പറഞ്ഞിരിക്കുക. അപ്പോൾ അതൊക്കെ വളരെ വളരെ അശാസ്ത്രീയം. കാരണം ജനങ്ങൾ വരികയും ചെയ്യും. അയാളൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവാണ്. ഇത് ഹോട്ട് വിഷയമാണ്. കേട്ടാൽ വെള്ളം, പരിസ്ഥിതി, മാലിന്യം എന്നൊക്കെ പറയുന്ന വളരെ ഹോട്ട് സബ്ജക്റ്റുകളാണ്. ജനങ്ങൾ ചിലപ്പോൾ വാരിക്കൊണ്ടുവരും. ചിലപ്പോൾ അടുത്തെവിടെയെങ്കിലും കിടക്കായിരിക്കും, കുറേ ചിലപ്പോൾ കാണുമായിരിക്കും, അതും വാരിക്കൊണ്ടുവരും ജനങ്ങൾ കേരളത്തിലേക്ക്. തെക്കൻ സംസ്ഥാനങ്ങളിലെ ആശുപത്രിയുടെ അവസ്ഥ എന്താണ് കേരളത്തിൽ? അതായത് പറഞ്ഞ ഈ പല ആശുപത്രികളിലും ഇപ്പോൾ ഇതില്ല. ഇപ്പോൾ നെംസ് മെഡിസിറ്റി നെയ്യാറ്റിങ്കര അവരതിനകത്തുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാനും പുറത്തുനിന്ന് വരുന്ന 10 ടണ്ണോളം ബാലരാമപുരം നെയ്യാറ്റിങ്കര പഞ്ചായത്തിൽ നിന്ന് വരുന്ന 10 ടണ്ണോളം മാലിന്യം സംസ്കരിക്കാനുള്ള പ്ലാന്റ് അവിടെ ഉണ്ടാക്കുകയാണ് അവർ. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കും അറിയാവുന്നുള്ളൊരു പ്രോജക്റ്റാണ്. പിന്നെ മാലിന്യത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രോജക്റ്റാണത്. വേസ്റ്റ് ടു എനർജി പ്രോജക്റ്റാണ്. അതവർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ. സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലുകൾക്ക് ചെയ്യാൻ പറ്റും, കുറേയധികം പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും. അതിനും കൂടെയൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊരു വലിയ വിഷയമാണ്. ഒരു സാമൂഹ്യ വിഷയമായി വരികയാണ്. ഇപ്പം എന്ത് വിഷയമായിരുന്നു? നേരത്തെ ഒരു പരിസ്ഥിതി വിഷയമായിരുന്നു. ആദ്യം ഒരു പരിസ്ഥിതി വിഷയമായിരുന്നു, പിന്നെ അതൊരു സാമൂഹ്യ വിഷയമായി മാറി. ഇപ്പം അതെന്ത് വിഷയം മാറി? ഒരു രാഷ്ട്രീയ വിഷയമായി മാറി. ഇപ്പം അതും കടന്നിട്ട് ഒരു ഇൻ്റർസ്റ്റേറ്റ് വിഷയമായി കോൺഫ്ലിക്റ്റിലേക്ക് പോവുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു വേസ്റ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ സാധനം നമ്മൾ ചിന്തിച്ചാൽ വേസ്റ്റ് അല്ലേ, ചെറിയ സാധനമല്ല അത്. അതിൻ്റെ മാനം പോകുന്നതേ. എൻവയോൺമെൻറ്റൽ ഇഷ്യൂ വന്നു, സോഷ്യൽ ഇഷ്യൂ ആയി, അതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവുന്നു. തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ ഇഷ്യൂ, DMK-ക്കെതിരെ എങ്ങനെ ഇത് പ്രയോഗിക്കുക എന്നുള്ള അണ്ണാമലയുടെ ആയുധം എടുക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ നമ്മെ സംബന്ധിച്ചിടത്തോളം 2 സ്റ്റേറ്റിൻ്റെ ഇഷ്യൂ ആയിട്ട് മാറി. എത്ര ഡയമെൻഷനിലേക്കാണ് വേസ്റ്റ് മാനേജ്മെൻറ്റുള്ള ഒരു ചെറിയ വിഷയം മാറുന്നത്. അത് ഗൗരവമായി നമ്മൾ കാണണം. വരാനിരിക്കുന്ന കാലം ഇതിൻ്റെ ഒരു കാലം തന്നെയാണല്ലോ. വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ വിഷയമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് ഗൗരവമായ ചർച്ചയാണ്. കേരള സമൂഹവും ചർച്ച ചെയ്യണം, കേരള ഗവൺമെൻറ്റും ചർച്ച ചെയ്യണം, കേരളത്തിലെ ജനങ്ങളും ഇത് സീരിയസ് ആയിട്ട് മാലിന്യ സംസ്കരണത്തിൽ പുതിയൊരു രീതി, പ്രാക്ടീസും പുതിയ ജീവിതശൈലിയും കൊണ്ട് മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. തമിഴ്നാടായതുകൊണ്ട് ഇത്തരം വൈകാരിക വിഷയങ്ങളിൽ ജനങ്ങളെ ഇളക്കി വിടാൻ എളുപ്പമാണ്. അവർ കൂടുതൽ വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സമൂഹമാണ്, നമ്മെപ്പോലല്ല. അപ്പോൾ അതുകൊണ്ട് അതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മളൊക്കെ കാണണം.